ഞാനിന്ന് ചീരയുടെ തണ്ട് കൊണ്ട് തീയൽ വെക്കാൻ പോവാണ് കേട്ടോ. ഈ ചീരയുടെ തണ്ട് കൊണ്ട് തീയൽ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എരിവിന് ആവശ്യത്തിന് പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ദേ ഉള്ളിത്തണ്ടെന്ന് ബെസ്റ്റ്. നമ്മളുടെ ചീരത്തണ്ടിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അവിടെ ഒരു ചട്ടി ഇരിക്കുന്നത് കണ്ടോ, അതിൽ വേവിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ സമയം കൊണ്ട് ഞാനിവിടെ തേങ്ങ വറുക്കുകയാണ് കേട്ടോ. തേങ്ങ വറുക്കുമ്പോൾ അത്യാവശ്യം കൂടെ തന്നെ നിന്ന് വറുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ തീയൽ കുളമായി പോകും കേട്ടോ. ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീയലിന് നല്ല കളറും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരു ലേശം ഉലുവാപ്പൊടിയും കൂടെ, ഉലുവാപ്പൊടി കൂടിപ്പോയില്ല കേട്ടോ. കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പൊടിയും കൂടെ നമ്മൾ ആ വറുത്ത തേങ്ങയിലോട്ട് ഇട്ടിട്ട് ചൂടാറാൻ വെക്കുക കേട്ടോ. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ എണ്ണ തെളിയുന്നിടം വരെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല പോലെ അരഞ്ഞു കിട്ടണം കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാതെ വേണം തേങ്ങ അരയ്ക്കാൻ. അപ്പോഴത്തേക്ക് നമ്മളുടെ തണ്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ വാളംപുളിയുടെ വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പം ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ട് കേട്ടോ. നമ്മൾ തന്നെ പറമ്പിലെ പുളി കുരുവൊക്കെ കുത്തി ഉണങ്ങിയെടുക്കുന്നതായതുകൊണ്ട് നല്ല കൊഴുത്ത നല്ല പുളിവെള്ളമാണ് കേട്ടോ ഈ വാളംപുളിക്ക്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ചേർത്താൽ മതി. കറികൾക്കൊക്കെ നല്ല കൊഴുപ്പ്. അതേ കണ്ടോ, നല്ല കൊഴുപ്പില്ലേ കണ്ടപ്പോൾ തന്നെ. അപ്പോൾ അതേ നമ്മൾ കുറച്ച് ചിക്കനോട് ഇവിടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ വെള്ളം ഒഴിച്ചുണ്ടാക്കുന്നതിനേക്കാളും ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അതേപോലെ സാമ്പാറാണ് കേട്ടോ. സാമ്പാർ അല്പം ഒന്ന് കുറുകിയിരിക്കുകയാണ്. ഇനിയും കുറച്ച് ചൂടുവെള്ളമോട് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ ആ തണ്ടിൻ്റെ ഇല, ചീരയുടെ ഇലയാണ് കേട്ടോ, അത് കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതിനുള്ള അരപ്പായിരുന്നു കേട്ടോ അവിടെ ഇരുന്നത്. അപ്പോൾ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ എടുത്ത് നല്ലതുപോലെ കുലുക്കി അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു തുള്ളിയാണെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ചാറ് കൂടുതൽ കിട്ടുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ വേസ്റ്റ് ചെയ്യാതെ ഉള്ളതൊക്കെ വെള്ളം കലക്കി ഞാനിങ്ങ് എടുത്തത്. എനിക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. അടിപൊളിയാണ്. പക്ഷേ കുറച്ച് ഉപ്പിൻ്റെ കുറവുകൂടെ ഉള്ളത് കൊണ്ട് കുറച്ച് ഉപ്പൂടൊക്കെ ഇട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഉപ്പും പുളിയും എരിവുമൊക്കെ കറികൾക്ക് കറക്റ്റ് ആണെങ്കിൽ തന്നെ പിന്നെ ഒന്നും പറയണ്ട, കറി സൂപ്പറായിരിക്കും. അപ്പോഴത്തേക്ക് മമ്മിയാണ് കേട്ടോ അവിടെ ചീരത്തോരൻ ഉണ്ടാക്കുന്നത്. എൻ്റെ തീയലും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയും തീയലിന് കടുക് വറുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്ക് ചീരയിൽ കുറച്ച് മുട്ട മമ്മി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മുട്ടയൊന്നുമില്ല, ഒരു മുട്ടയാണ് കേട്ടോ. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചീരത്തോരൻ